സമയം നിൽപ്പാൻ ദൈവം തന്ന അവസ്ഥ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിലുള്ള വിശ്വാസം അത്ഭുതങ്ങളിലേക്ക് നയിക്കുന്നു. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കുള്ള മറുപടി ലഭിക്കാനാകാം. പക്ഷേ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ദൈവം എന്നെ കേൾക്കുന്നുണ്ടോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ബലം വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മൾ ദൈവത്തിൽ ഉറച്ച് വിശ്വാസം വെക്കണം. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർ 11:6, ഹിബ്രൂസ് ചാപ്റ്റർ 11:6. ദൈവത്തെ പ്രസ്താവിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടോ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഈ വചനം വളരെ വ്യക്തമായി പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസമാണ് ദൈവം നോക്കുന്നത്. വിശ്വാസം എന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ദൈവത്തെ വിശ്വസിക്കുന്നതല്ല. കാണാത്ത കാര്യങ്ങൾ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ബൈബിളിൽ ഒരു ഇൻസിഡന്റ് ഉണ്ട്. നമുക്കറിയാം, 12 വർഷമായി ഒരു സ്ത്രീക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു. അവൾ പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടും അതിനൊന്നും ഒരു സൗഖ്യം വരുന്നില്ലായിരുന്നു. അവളുടെ സാമ്പത്തികം എല്ലാം തീർന്ന് ആ വിഷയത്തിന് ഇനിയും മനുഷ്യരെല്ലാം പറഞ്ഞു അവരുടെ ആ വിഷയത്തിനൊരു ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു കാര്യം അവളുടെ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ അറ്റം തൊട്ടാൽ എനിക്ക് എൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കുമെന്ന്. അത് അത്രയ്ക്കുള്ള ഒരു വലിയ വിശ്വാസമായിരുന്നത്. ജനങ്ങളുടെ ഇടയിൽ കഷ്ടപ്പെട്ട് അവൾ ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ അറ്റം തൊട്ടപ്പോൾ തന്നെ അവളുടെ അത്രയും നാളും മുടങ്ങിക്കിടന്നിരുന്ന ആ വിഷയത്തിന് ഒരു മറുപടി ലഭിക്കുകയാണ് ഉണ്ടായത്. യേശു അപ്പോൾ തന്നെ ചോദിച്ചു, അവരുടെ ശിഷ്യന്മാരോട് ചോദിച്ചത്, ആരാണ് എന്നെ തൊട്ടതെന്ന്. ശിഷ്യന്മാർ പറയുന്നു, ഇത്രയും ജനങ്ങളുടെ അടുത്ത് ആരാ തൊട്ടതെന്ന് എങ്ങനെ പറയാനാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ യേശുവിനറിയാം, എല്ലാവരും സ്പർശിച്ച പോലെയല്ലായിരുന്നു ആ സ്പർശനം. അതൊരു വിശ്വാസത്തിന്റെ സ്പർശനമായിരുന്നു. ദൈവത്തിൽ നിന്നും ഒരു മറുപടി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു വിശ്വാസത്തിന്റെ സ്പർശനം. അപ്പോൾ യേശു അവളോട് പറഞ്ഞത് ഈ വാക്യം